നിങ്ങൾ കാണുന്നുണ്ടോ? ജാതി ഉണ്ടാക്കാൻ പോണത് ചിക്കൻ മന്തി, ഹോം മെയ്ഡ് മന്തി, ബാച്ചിലേഴ്സ് മന്തി. ബാച്ചിലേഴ്സ് മന്തി ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ മന്തി കാണാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ തുടക്കം കുറിക്കുകയാണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടോ? തട്ടിക്കൂട്ടലാണ്. ഇത്ര ചൊറുക്കുള്ള മന്തി ദുനിയാവ് പറഞ്ഞോ. ഇന്റെ എടുത്തോ. അപ്പൊ കേക്ക് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഏതാ ഓന്റെ ബോഡി? അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിയത് നോക്കി റെസ്റ്റോറന്റ് വാങ്ങിയ മന്തിന്റെ അരി, പിന്നെ ഇത് തെരഞ്ഞു കുടിച്ചുണ്ടാക്കിയത് ഗാർലിക് സാധനം. ഇതിന്റെ പേരെന്താ? കെച്ചപ്പട. മുട്ട 6 എണ്ണം. അതെന്തിനാ? മിൽമന്റെ പാൽ 1 പാക്ക്, മാഗി കട്ട 2, മന്തി മസാല 1. അതെന്തിനാ മന്തി മസാല ലാസ്റ്റ് ഇടാൻ? പിന്നെ മന്തി മസാലക്ക് പിന്നെ എന്തൊക്കെ പൊട്ടാ? അതെന്തിനാ മന്തി മസാല എന്തിനാ? മന്തിക്ക് ഇതിനുള്ളിൽ എന്താണ് കമന്റ് ഇട്ടാണ്? ഞാൻ പറഞ്ഞു റോഷ ചിക്കൻ. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കുരുമുളകിന്റെ ഉണ്ടല്ലോ പെരും വില. അപ്പൊ ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ബ്ലാക്ക് ഗോൾഡ് ശരിക്കും ഒരു കടയിൽ കയറിയിട്ട് കാക്കാണ്ട് വെച്ച് കാക്ക പാക്കല്ലാത്ത കുരുമുളക് ഉണ്ട്. ഇവിടെ 2 കുടിങ്ങാണ് പോയിട്ട് 20 എത്ര? 20 ഉള്ളതിന് 20 പാക്ക് വെച്ചപ്പോ എത്ര? 110 രൂപ. ഇതിന് 20 റുപ്പീസ് ഉള്ളൂ. തന്റെ എന്താ എന്റെ റെഡി? വെള്ളം നിറക്കണല്ലേ? ശുദ്ധമായ ജലം എടുക്കണം എന്നാ പറഞ്ഞു. ചെയ്തോണ്ടിരിക്കണം മുക്കിലും മൂലയിലും. അതാണ് ഷർട്ട് ഡേ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? മന്തി. വെറും മന്തി അല്ല, നമ്മള് ചെക്കന്മാര് നയിച്ചുണ്ടാക്കുന്നത് ചിക്കൻ മന്തി. അതിനുവേണ്ടി ആദ്യമായി ചൂടുവെള്ളം. എന്തിനാ? അരിടാനുള്ള ചൂടുവെള്ളം. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ചില്ല സാമാനങ്ങൾ. അരി. ഇതിന് വരുന്നേ അടിപൊളി പച്ചക്കായ. ഉള്ളി, ഇംഗ്ലീഷിൽ സവാള എന്ന് വരും. വെളുത്തുള്ളില്ലേ? എഗ്, മുട്ട, പാല്, മിൽമ. അതൊക്കെ ഒരേ കാര്യത്തിൽ നടന്നാലും വെറുതെ വെളുത്തുള്ളി തന്റെ ഈ ഒരു അവസരത്തിൽ പറഞ്ഞ 2 വാക്ക് നമ്മൾ ഇങ്ങനെ നിന്നുണ്ടാക്കുന്നതിനെ കുറിച്ചും പെരീന്ന് വെറുതെ തിന്നതിനെ കുറിച്ചും എന്താ താങ്കൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് താങ്കൾക്ക് എന്താ പറയാ? അത്രേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കാൻ ഇങ്ങനെ നിന്ന് ഉണ്ടാക്കണം. വീട്ടിലാണെങ്കിൽ നമുക്ക് പോയി ഇരിക്കുമ്പോത്തിന് കഴിക്കാൻ കിട്ടും. അതാണ് എനിക്ക് വീട് മിസ് ചെയ്യാൻ കാരണം നമ്മളൊക്കെ കോളേജ് വിട്ടിട്ട് 3:30 കോളേജ് വിട്ട് ഞങ്ങള് 2 ആണ് ഏറ്റവും വൈകി പോകുന്നത്. നിഷാണ് പാലത്തുമേക്ക് ചിഞ്ചുറാൻ അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് ചെക്കന്മാർ പാലത്തുമേക്ക് ഇരുന്നിട്ടാ പോകല്. അപ്പൊ എങ്ങനെയാലും ഞാൻ എത്തുമ്പോത്തിന് ഒരു 7:30-8 മണിയൊക്കെ ആവും. ഓനെത്തുന്നതിന്റെ 1/2 മണിക്കൂർ മുമ്പ് ഞാൻ എത്തും. അപ്പൊ 8 മണി കൂട്ടുന്നുണ്ട്. അപ്പൊ 3:30 കോളേജ് വിട്ടിട്ട് ഞങ്ങൾ 8 മണിക്കാണ് എത്തുന്നത്. അങ്ങനെ 8 മണിക്ക് എത്തുമ്പോൾ എന്റെ വണ്ടിന്റെ സൗണ്ട് കേൾക്കുമ്പോത്തിന് എന്താ മാക്സിമം ഫുഡ് റെഡി ആക്കാം. എന്റെ വണ്ടിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഉമ്മ കൊടുത്ത് മാക്സിമം ഫുഡ് കഴിക്കും. അത് എനിക്ക് മിസ് ചെയ്യും. അതേമാതിരി 6:45 ആവുമ്പോഴേ നമ്മളെ കോൾ വരിക. മരുന്നിന് വാങ്ങാൻ കൊടുക്കുമ്പോ ഞാൻ പറയും ഇതാ പോകുന്നതിന് വണ്ടി നിന്ന് പോരും ചെയ്യും. അപ്പൊ ചോദിക്കും ചോറില്ലേ? ചോറുണ്ട് അറിയും. ആ ചോറിന് വേണ്ടി പോണേ. എനിക്ക് പറഞ്ഞ തിന്നാനും വേണ്ടിയാണ് ഞങ്ങള് പോണത്. നിഷാൻ 2 വാക്കുകൾ നമ്മളെ ഈ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. തന്നുണ്ടാക്കുന്ന ഫുഡല്ലേ? എനിക്ക് വാക്കുകൾ പറയാൻ പറഞ്ഞേ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പൊ നിക്കണത്. അപ്പൊ വീട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് വൈബ് തന്നെയാ. എന്ത് ചില്ലാണ്. മന്തി എന്നിട്ട് പറഞ്ഞത് നമുക്ക് വീട് മിസ് ചെയ്യുന്നുണ്ടോ? എന്റെ വീട് മിസ് ചെയ്യുന്നുണ്ടോ? എന്റെ വീടല്ല, എന്റെ വീട് ഇല്ലേ? 12 നടന്നിട്ട് ഓൻ മറ്റീന്റെ ആളാ നൈറ്റ് ലൈഫിന്റെ. 12 വരെ ഞങ്ങളൊപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞ നാസിഫിന്റെ ഒപ്പം ഉണ്ടാവും. അങ്ങനെ ഇതിന് വേറെ ലെവലാണ്. അവിടെ വിടില്ല. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? വീട്ടുകാരെ മിസ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞൂടാ ഞാൻ പറയണത്. ഈ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ എന്ത് പറയാനുള്ളത്? വീട്ടുകാർ മിസ് ചെയ്യുന്നു. ആ വെറുതെ ആ നല്ല ഉമ്മാന്റെ ഫുഡ് പെരക്കാരെ ഓരോ സംഭാഷണങ്ങളും ആ രാത്രിക്ക് പെരക്കാരെ ചീത്തളി മുത്തുവോ
നല്ല ബിസിയുണ്ട് ഇവിടുന്നാണ് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നു. അവിടെ വാപ്പാന്റെ നമുക്ക് വിഷയമില്ല. തന്തപ്പൊടി 8 ആൾക്കാരുടെ ഒരൊറ്റ തന്ത നീപ്പിച്ചും, നിസ്കരിപ്പിച്ചും, ഡ്രസ് മാറ്റിച്ചും, കുളിപ്പിച്ചും, ഫുഡ് ഉണ്ടാക്കി തരും. ഇമ്മ വരാണ് വാപ്പിയും വരാണ്. അതെ. ഇന്നലെ ഞാൻ ഓന്റെ കാൽമ കടത്തി ഞാൻ ചായ അടിച്ച രാവിലെ. അത്രക്കും കയറിയോ പിന്നെ ആ പെരക്കാരുടെ സ്നേഹം ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചു കാൽമ കടത്താൻ ഇങ്ങനെ തൊള്ളാണ്ട് കാര്യം തന്നെ എനിക്ക് ചായ കിട്ടുന്നു. ആ ഒരു സ്നേഹം അത് കാണാൻ പോകരുത്. നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനത്തെ ഒരു തന്ന? ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കമന്റ് ഇടാം, കമന്റ് ഇടാൻ പറ്റും. ആ കമന്റ് ഇട്ടോളി. ഉണ്ടാവില്ലേ? ഇതേപോലത്തെ ഒരു ഐറ്റം നിങ്ങളെ ഗ്യാങ്ങിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇടി. ആരെയും എങ്ങനെയുണ്ടോ? ഇജ്ജാതിരി മതി. സംഭവം രണ്ടായിരുന്നല്ല ജനിച്ചത്. പക്ഷെ 900-ന്റെ മോഡലാ. 80-കളിലെ വസന്താണ്. സത്യം. 24 മോഡലാണെങ്കിൽ 80-കളിലെ വസന്ത്. അപ്പോൾ നല്ല കണ്ടീഷൻ. ഫീലായി ഇപ്പൊ കൊയ്യും തട്ടു. ഞാൻ ഉണ്ടാക്കൂലെന്നൊക്കെ പറഞ്ഞു പോകുമ്പോ പിന്നെ ഇവര് കുറച്ച് എന്താ വെച്ചാ അവര് വലിയ സീനാണ്. സമ്മതിച്ചില്ല. ഓൻ പറഞ്ഞാണ് സമ്മതിച്ചണം. അല്ലെങ്കിൽ കുയിന്താട്ടി പോകും. അതെ. പൊട്ടത്തരം പറഞ്ഞ നമ്മള് സമ്മതിച്ചെടുക്കുക. അല്ലെ പ്രശ്നം. ഞമ്മക്കൊരു നിലപാട് വേണം. അത് വേണം. എനിക്ക് നിലപാടില്ലല്ലോ. ഇരിക്കില്ല. നമ്മളെല്ലായിടത്തും ജോസ് പോയി കുളിക്ക്. നിലപാട്. ജോസ് പോയി കുളിക്ക്. ഞാൻ വിളിച്ചേ. ജോസിനെ വിളിച്ചു ഒരു നേരത്തെ ആഹാരം തരണം കുറെ കാലമായി ആഗ്രഹിക്കുന്നു. ഞാൻ സിനാന്റെ ഒക്കെ തലയൊക്കെ മൊട്ടടിച്ച് വരാം. ആ ചെക്കന്റെ തല എന്തായത്? ആട്ടെ ആട്ടെ ഇവിടെ ആ ഓട്ടെ നടക്കം തെറ്റി കൊണ്ടുപോയി. വേറെ ലഭ്യല്ലേ? കട്ടായി കട്ടായി കട്ടായി. എന്താ നെയ്ച്ചോറോ? ഇപ്പൊ എന്തായത്? വേവിച്ച ചോറാണ് ഞങ്ങൾ. ഇതെങ്ങനെ മറ്റേ മഞ്ഞ കളറാകുക? അതൊക്കെ ആവും. മഞ്ഞല്ലേ? ചുമപ്പാണ്. ചുമപ്പ ഇത്രയും നയിപ്പൊക്കെ ഉണ്ടല്ലേ? വൈകിട്ടാണ് എടുത്തോളാം. ചൂടൊന്നും ഉണ്ടാവില്ല. ക്യാമറ കുടിച്ചിട്ട് അതല്ല എന്റെ ധൈര്യം. ക്യാമറന്റെ കയ്യിലുള്ള എന്റെ ധൈര്യം. പക്ഷോ ക്ഷീണ്ടോ? അപ്പം നമ്മളിട്ടത് മണലും പൊടി. ഇത് കുറച്ച് സിമെന്റ് ഇട്ടാണ് കുഴക്കുക. ഇതിന് വേറെന്താ ഈ പൊടി? മന്തി മസാല. ഇത് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. മന്തി കാഴ്ച മുന്തിരി ഒന്നാണ് കണ്ടു നിങ്ങൾ കണ്ടില്ലല്ലോ. ഔ മതി മരിച്ചൊക്കെ കവറ് പീഞ്ഞെടുക്കുക. നമുക്ക് ഭണ്ടാരിയാകാൻ പോയിക്കോടി. ആ ഉപ്പ് ഉപ്പല്ലല്ലോ ഇതെന്താ? ആരാ നമ്മളെ സീനിയർ നമ്മളെ സീനിയർ ആട്ടാ വിളിക്കണം. സിവിലിന്റെ അവിടെ നമ്മളെ സീനിയർ റൈറ്റ്. ആ അവിടെ ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. അവിടെ എത്തുമ്പോ വിളി, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അറ്റം കാണണ്ടേ? ഒരു പെണ്ണ് നമുക്ക് കോമ്പറ്റീഷൻ അല്ല. അതെ അതാ. ഓ ഓ ആയിക്കോട്ടെ. എന്താ പറഞ്ഞേ? ഫോൺ കോളിലാണ്. വേറെ ആരോടാണേ ഫോനും കിട്ടി. 3-4 കിട്ടി. അതൊന്നും കാര്യമില്ല തന്റെ. ഒന്നും കൊണ്ടുപോല. മന്തിയോ? മന്തി കൊണ്ട് ആരും ഇന്നേവരെ മരിച്ചിട്ടില്ല. മന്തിക്കാരുടെ മുതലാളി വരെ മരിച്ചിട്ടില്ല മന്തി കൊണ്ട്. ലാഗാട്ടച്ച് ഇങ്ങനെ പടാ മറ്റേ ഫിറോസൊക്കെ എടുക്കണ മാതിരി എടുക്കണം. ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു ഇടണം. അന്നെ പറ്റൂലേ. ടൊമാറ്റോ സോസ് ആ അങ്ങനെ എന്നിട്ട് അളക്കേ. അങ്ങനെയൊന്നും ആവൂല. കൈയിട്ട് തന്നെ അളക്കണം. അത് നമ്മള് ചിക്കൻ ഇങ്ങനെ ശരിയാട്ടാ. ചെറിയ വെള്ളം ഏണേ ഒരു വെള്ളം തീക്കാണല്ലോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ചിക്കൻ്റെ എണ്ണം കൂടുതലാ കുറവല്ലേ? കറക്റ്റാ. ചിക്കൻ്റെ വൃത്തിയൊക്കെ ചെയ്. ഓ ചിക്കനായിട്ട് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണത്
ഏതാപ്പത്ത് വെള്ള കുളിപ്പിച്ചെടുത്ത കുട്ടികളായിരില്ലേ? ഇവിടെ നമുക്ക് പണി ഉണ്ടാവും റോസ. ഞാൻ പോവാണ്. അതല്ല സൺഫ്ലവർ ഓയിൽ പിടിച്ച് പാരണം. ആകെ പോരാ. ഇങ്ങനത്തെ ചെറിയ ചെറുതാട്ടി അങ്ങനത്തെ പണിക്കൊക്കെ എനിക്ക് ഇഷ്ടം. ഓ ഇന്ത്യന്റെ പതാക മരിയാക്കണം കോഴിയൊക്കെ. 3 കളറ്. എവിടെ സൺഫ്ലവർ? വീഡിയോ ഓഫ് ആക്കാൻ പറ്റില്ല. എവിടെ സൺഫ്ലവർ എവിടെ? ആ സുഹൃത്തുക്കളെ, ഈ സൺഫ്ലവർ പൊട്ടിച്ചത്. അത് ഈ സൺഫ്ലവർ പറഞ്ഞ ആ പാക്കറ്റിൽ പൊടിച്ചു നോക്ക്. പരീക്ക വീഡിയോ കോള്. പൊട്ടിച്ചിക്കണോ? ഫാമിലി ലവർ സുലു. സുലോ ആ പൊട്ടിച്ചിക്കണോ? ആ പാക്കറ്റ് പൊട്ടിച്ചിക്കണോ? ഇല്ല. പൊട്ടിച്ച് നേരെ പൊട്ടിച്ചൂട്. പൊട്ടിച്ച് നേരെ ഞാൻ പിന്നെ കാട്ടി കൊടുക്ക. പൊട്ടിച്ചു പറഞ്ഞൂടെ? ഇപ്പൊ ഫിറ്റ് ഇടുവോ? ഞാൻ പൊട്ടിച്ചു മനസ്സിലാണ്. ഇപ്പൊ ഹൈജീൻ അല്ല കേട്ടോ. കടിച്ചൊക്കെയാ പൊട്ടിച്ചു. ഹൈജീൻ അവിടെ. ഓ എനിക്കത് കണ്ടിട്ട് പച്ചക്കറി തിന്നാൻ തോന്നാ. തിന്നാലോ? ഫുള്ള് മാരണോ? തന്നെയാണ് മാറ്റില്ല. അതെ അതിന് ഞങ്ങള് വാപ്പേണത് ബ്ലോഗർ റോഷൻ. ആരാണ്? മറ്റേ പൊന്നെ ഒക്കെ പറ്റിപ്പോകൂടെ ഗ്യാസിൽ വന്ന്. എണ്ണ ഓവറായതെന്ത്? ആണ് ഞാൻ പോയി HB പമ്പ് കൊടുക്കാം. എണ്ണ ഓവറായാലേ പമ്പ് കൊടുക്കാം. മുത്തോ കരിഞ്ഞപ്പ തന്നെ അത് കടന്നോട്ടാ. അത് പിടിച്ചോട്ടാ. ഇത് ഗ്യാസിമേ ഒക്കെ നമ്മള് അല്ല ഈ ഒരു ചെറിയ ഗ്യാസുമ്മ ഈ വലിയൊരു ചെമ്പട്ടി പോകുമോ? എന്താ അടുത്ത സ്റ്റെപ്പ് കാണട്ടെ നമുക്ക്. ഇനി അയില്ലേ ഇത് തിന്നാനായോ? എന്താ തിന്നാനായില്ലേ? ചിക്കൻ വന്നിട്ട് 1 hour? ഓ അപ്പൊ 10 ആവുമല്ലോ. ഒരവറൊന്നും വേണ്ട. നേരത്തെ തിന്നാ. 1 hour ഒന്നും വേണ്ട. എന്താ ഈ ചിക്കൻ മന്തോ ഉണ്ടല്ലോ? അല്ല ക്യാമറയിൽ കൂടെ ഒക്കെ ഒരു വൈലറ്റ് കളർ സാധനം. ഉള്ളി സവോള. ഉള്ളി ക്യാപ്സിക്കൻ ഇത് കിട്ടൂ. ചിക്കൻ റെഡി ആയിട്ടാ സുഹൃത്തുക്കളെ. ചിക്കനായി, റൈസ് ഇവിടെയായി. ഇനിയിപ്പോൾ 2 ആളും ഇവിടെ ഒന്നിച്ചാ മതി. ഒന്നിച്ചാ മന്തി. അപ്പൊ എത്ര പാനുള്ളതിനും വേണ്ട. ഇപ്പൊ നിങ്ങളുടെ ഈ ഇങ്ങനെ കടന്ന് ചാവരും മന്തി പറഞ്ഞാണ്ട് നമുക്ക് മയോണൈസ് അടിച്ചാൽ അങ്ങനെ ഉണ്ട്. മയോണൈസ് വെച്ചാ ഇതിന് നല്ല ഒക്കെ തന്നെ ഉണ്ടാക്കിയത്. മന്തിയായി മന്തിയായി മന്തിയാ മന്തിയാ മന്തിയായി മന്തിയായി മന്തിയായി. നമുക്ക് മാറ്റിയേക്കാം. അറച്ചല്ലേ 2 ലെഗുള്ളൂല്ലേ? കോഴിക്ക് 4 ആളില്ലേ? എനിക്ക് 2 കഴിക്കാൻ വേണ്ടി കോഴിക്ക് എങ്ങനെ? 2 കാര്യമുള്ളൂ. 2 കാലം കഴിക്കാനുള്ളൂ. പയ്യൊന്നുമില്ല കോഴിക്കോ? ഞാൻ ഉണ്ടല്ലോ പണ്ടൊക്കെ വെളുത്തുള്ളി കത്തിന്റെ ആയിട്ടാ. ഇത് ഞങ്ങൾക്ക് എത്ര മൊത്തം ചെലവ്? 850. പോരട്ടെ. അക്കൊന്നുമില്ലല്ലോ. അക്ക് വിൽക്കാസ് നാസർ നിയാദ് പാലുമായി. മയണൈസ് അയക്കണ മയണൈസ് അയക്കണ്. അതെന്താ? അതിപ്പോ എങ്ങനെ ഞാൻ തുറക്ക ഒരു കയ്യില് വണ്ടിന്റെ ഫ്രീസർക്കനെ വെച്ചിരുന്നു. നാളെ കട്ടയിക്കോട്ടെ. കൂടി എന്നെ പറയാലോ. അതിനെ ചെയ്തിട്ടുള്ള കമ്പിയാക്കാര് കള്ള കട്ടുള്ള മാസോ. പാല് മുട്ട 3 പോരാ? 8 ഇല്ലിന്നാ പറഞ്ഞ. 8 എണ്ണം. 8 ഇല്ലി. എല്ലിമുടം കാടുകളിൽ തന്നല്ലേ സ്പാൻഡർ തന്നെ. ഇങ്ങോട്ട് വാ.
സാധനം വാങ്ങാൻ വിളിച്ചതാ. എന്താ സുർക്കെ ഒഴിച്ചോ കണ്ണ് കണ്ടോ ഒഴിച്ചോ നീ ഇടാടോ. മണ്ണെണ്ണയൊക്കെ കുട്ടാളി നീ ഇടാ. ആണ് മണ്ണെണ്ണയൊക്കെ ഉണ്ട് നോക്കിയാ ഇജ്ജ് ഇത് നോക്കിക്കണത് ഊരിക്കാ. എന്റെ കയ്യിൽ ക്യാമറ ഇല്ല ശാലം തെച്ചി കൊച്ചിന് ഫുള്ള് കേൾക്കാം. പണിയെടുക്കാൻ വന്നതല്ലേ. ഷാദിന് നീ എന്റെ ക്യാമറമാനാട്ടത് പണിയെടുക്കണേ ഷാദിന്റെ ഷർട്ട് ഓ പോട്ടെ പോട്ടെ മൈനസാവോ വേറെ ലെവൽ തോട്ടം അജാതി നിന്റെ നോട്ടം എന്തായിക്കണേ ജാതിക്ക് ഇഷ്ടല്ല. അത് മയോണൈസ് ക്ലാസ് ഉണ്ടാക്കിയാ ഇന്നത്തെ വേവിച്ചാണ്ട് വേവിച്ചാനൊക്കെ ഉണ്ട്. തന്തന്റെ വേവിച്ചു കേട്ടോ. ഉപ്പില്ലേ? പ്രൊഫഷണൽ പ്രൊഫഷണൽ ഒന്ന് പുറത്തേക്ക് പോകാത്ത അങ്ങനെ നോക്കൂ ഫൈനലി മൈനൈസ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ ചിക്കൻ റെഡിയാകുന്നു, റൈസ് അവിടെ റെഡി ആയിരിക്കുന്നു, മൈനൈസ് ഇവിടെയും റെഡി ആയിരിക്കുന്നു. ആഹാ ഇല്ല ഉപ്പില്ലടി ഉപ്പില്ല കാശ് ഇപ്പൊ 10 പൈസക്കില്ല. ഉപ്പിടുമ്പോ എങ്ങനെ ഉണ്ടാക്കട്ടെ? ഉപ്പ് പോട്ടെ, ഉപ്പ് തീരല്ല. കൂടിയ ഞാൻ പറയട്ടോ പറഞ്ഞോ വിഷയമൊന്നുമില്ല. മൈനസ് എന്തിനാണ് നിങ്ങളെ നാട്ടിലുണ്ടാക്കുക? കമന്റ് ഇട്ടാണ് മൈനസ് എന്തൊക്കെയാ വേണ്ടതെന്ന് കമന്റ് ഇട്ടു ഗായ്സ്. ഇതെങ്ങനെ ഓഫാക്ക? ഓഫായി. നമ്മൾ നോക്കാൻ പോകുന്നത് ഉപ്പുണ്ടോ എന്നുള്ളതാണ്. ആക്ഷൻ മാത്രമേ ഉള്ളൂ, പണിയെടുക്കരുതേ. ഓ എന്റെ ചൊറുക്കുള്ള പോയി കോഴി പറ്റും. ഓനില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞത് മോട്ടറല്ല മുത്തു മൈനസാക്കണ ഒരു ചാറ് നിറച്ചുണ്ട് ഇല്ലേ? കൊറച്ച് കൂട്ടേണ്ടി വരല്ല. അപ്പൊ എന്താ കാട്ടാ? ഞങ്ങൾ ലൈവ് ഇടാ. മൈനസ് ഇല്ലാതെ ഇന്നത്തെ ലൈവ് ഇന്നലെ കഴിഞ്ഞത്. അപ്പൊ കാശ് ഞങ്ങള് ഇപ്പൊ വരട്ടാ. അനക്ക് എന്താ വേണ്ടി പറഞ്ഞേ? പെപ്സി 7 വാങ്ങി ഇപ്പൊ വരാം. Come on, let's go. പെപ്സി കിട്ടി. വാങ്ങാൻ പെപ്സി റെഡി ആക്കണം കേട്ടാ. വെള്ളച്ചോറ് ഇളക്കാണ്ട് ഇതിന്റെ കൂട്ടി സെറ്റാടാ സെറ്റാ. സ്മെല് നോക്കിയാ കണ്ടിട്ടുണ്ടോ? മണിക്കാൻ കൊടുക്കാറിഞ്ഞാല് ഇതൊന്നും പറ്റുമോ? സംസാരിച്ചിളക്കി അതിന്റെ കൺസിസ്റ്റൻസി ആര് കറക്റ്റടാ? മസാല മന്തി കേട്ടോ. അല്ല മസാല മന്തി അതാണ് മന്തിയാണ് റെഡി ഓക്കെ അല്ലേ? വേറെ ചെമ്പ് വേണ്ടിയില്ല. എന്നാ ഇങ്ങനെ കോരിയിട്ടായിരുന്നു. ഞാൻ ഞാൻ ഉണ്ടാക്കി മന്തി എങ്ങനെയുണ്ട്? എവിടെ നായി? സംശയമൊന്നുമില്ലല്ലോ അല്ലേ ആർക്കും? ഇതിന്റെ റീലുണ്ടാക്കി ചാടി കളിച്ചു.
കുളിക്കൊക്കെ കഴിയോ അമേസിംഗ്, റിയലി അമേസിംഗ്. റെഡി അല്ലേ? കയ്യിൽ എന്തെങ്കിലുമൊക്കെ എടുക്ക്. ആ കൊട്ടക്കയ്യിൽ തന്നെ എടുക്കാം. കഴിഞ്ഞോ ഫുള്ള് ഇത് തിന്ന് നമുക്ക് റിവ്യൂ ആക്കാനുണ്ടോ? അതെന്താ എല്ലാവരും റിവ്യൂ ആയിക്കണം. ആഹാ ഫസ്റ്റ് ഇതിക്കാൻ കേട്ടോ എന്നാ വീഡിയോ. നമ്മളിന്നുണ്ടാക്കിയത് തന്തയുടെ മന്തി. ഞാൻ ലെഗ് ഉണ്ടാക്കിയ അത് കുഴപ്പമില്ല, മേലക്ക് എടുത്താൽ കിഡിലൻ ലസന വേറെ ലെവൽ. റൗണ്ട് പിന്നിടുമ്പോൾ എന്താ തന്തേ പറയാള് ഉണ്ടാക്കിയോണ്ട് തന്നെ എന്തേലും ആവോ? നമ്മളൊരു അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി. തന്തക്കൊക്കെ സിറാത്ത് പല ഫൂ പറഞ്ഞു പോകാം. എന്റെ ഒറ്റ അൽഹംദുലില്ലാ മതി. പോരെ പിന്നെ കേട്ടോ ഒരു ചെമ്പുണ്ട് നമ്മളെ ഫോളോവേഴ്സിനൊക്കെ ഉള്ളത് ഉണ്ടാവും. മാഗി നേരത്തെ പോര് എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുക. ഒരാൾ പാത്രം മോറുന്നു, എല്ലാ പാത്രവും മോറിയുക. പറഞ്ഞാണ്ട് എടുപ്പിച്ചല്ലോ അല്ലല്ലോ, ഉടനെ അടുത്ത പണി തരാറില്ലേ? അടുത്ത പണിയെടുക്കാതായി. കൊണ്ടിട്ട് പഠിച്ചോ? അയ്യോ അയ്യോ അടിച്ചടിക്കടാ ആശാന്റെ വളർന്നക്കാര്. മതി റോഷ. അല്ല ഇതിപ്പോ തന്ത കേൾക്കൂല. വെട്ടിയെടുക്കടാ അവന്റെ വളർന്നക്കാര്. ഓ ഒരു പണി പെട്ടെന്ന് തീർത്താൽ അടുത്ത പണി തരാം. കപ്പ് കുട്ടിയിട്ട് വന്നാണ്. അയ്യോ മുഖം മുഖം മോക്കം കരയാൻ പാടില്ല എന്നാ കോമാളി, കരയാൻ പാടില്ല. മീനുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പാത്രം കഴുകി ചെമ്പൊക്കെ എടുത്ത് വെച്ചു, പ്ലേറ്റും കാര്യമൊക്കെ അവിടെ വെച്ചു. പോരാ തിരിഞ്ഞെന്നാ പണിക്കണ കണ്ടു. നല്ലേക്ക് കണ്ടിട്ടില്ല. നന്ദി വൈകിട്ട് പോയി നമുക്ക്. അപ്പൊ എല്ലാവർക്കും നന്ദി 1000 നന്ദി. 1500 എന്ത് ഒന്നുമില്ല. ആ പാമ്പിന്റെ മറ്റേ നന്ദി പറഞ്ഞാ ഞങ്ങക്ക് കറക്റ്റ് കിട്ടുള്ളൂ. എന്തിന് ഒരു ഒറ്റക്കൂട്ടായി, ഒരു ഒറ്റക്കെട്ടായി, ഒരു കുടുംബമായി, 1000 അല്ല, 1500 അല്ല, 10,000 അല്ല. ഞാൻ നന്ദി പറഞ്ഞ ശരിയാവുക. ഒരു ടീമിന്റെ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് മന്തി തന്ന് സഹായിച്ചല്ല മന്തി ഉണ്ടാക്കി നമ്മളപ്പം നിന്ന് ഓനറിയില്ല, ആദ്യമായിട്ടാണ്. എന്നാലും നമ്മളില്ലേ തന്റെ പണ്ട് ക്യാമ്പിൽ ഉണ്ടാക്കിയുള്ള പരിചയമുള്ളൂ NSSന്റെ. അപ്പൊ ആ ഒരു പരിചയം വെച്ച് നമ്മൾ ഉണ്ടാക്കി നോക്കി. വളരെ അധികം ഒന്നും പറയല്ല, ഉപ്പൊക്കെ കൂടിയെങ്കിലും ഉഷാറായിക്കാണ്ട് സെറ്റപ്പ് ആയിക്കാണ്ട് നമ്മള് തിന്നു, വയറാഴ്ച തിന്നു. രാവിലെ നീച്ചിട്ട് മന്തിയും കട്ടൻ ചെയ്തു. രാവിലെ നീച്ചിട്ട് പിന്നെന്താ ഇൻഡോമി. രാവിലെ നമുക്ക് നാളെ ഇൻഡോമി ആയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ നാട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ.